നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്ലറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂട്ട്സ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ദേവികുളം സബ് കളക്ടർ ഓഫീസിലെ 4 ജീവനക്കാരെ സ്ഥലം മാറ്റിയ നടപടി റവന്യൂ മന്ത്രി മരവിപ്പിച്ചു. തീരുമാനം സ്ഥലം മാറ്റ ഉത്തരവ് വിവാദമായതിനെ തുടർന്ന്. ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. 87 രൂപയ്ക്ക് ലഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ച ഇറച്ചിക്കോഴി വില 120 രൂപയ്ക്കും മുകളിൽ. സർക്കാർ ഭൂമിയിൽ നിന്ന് അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്തിയവർക്കെതിരെ കേസെടുക്കാൻ അഡീഷണൽ തഹസിൽദാറുടെ ഉത്തരവ്. പാറ പൊട്ടിച്ചു കടത്തിയത് കഞ്ഞിക്കുഴി പൊന്നുത്താനിൽ നിന്ന്. മറയൂരിൽ ചന്ദനലേലം നടന്നു. ഇത്തവണ വിറ്റഴിച്ചത് 12.5 കോടിയിലധികം രൂപയുടെ ചന്ദനം. വാർത്തകൾ വിശദമായി. ശ്രീരാം വെങ്കിട്ടരാമനൊപ്പം കയ്യേറ്റമൊഴിപ്പിക്കലിന് നേതൃത്വം നൽകിയ 4 ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം റദ്ദാക്കി. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് ജില്ലാ കളക്ടറുടെ നടപടി മരവിപ്പിച്ചത്. മുൻ സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമന്റെ സംഘത്തിലെ 4 പേരെയാണ് സ്ഥലം മാറ്റിയിരുന്നത്. ഇത് വാർത്തയായതിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയ നടപടി മന്ത്രി ഇടപെട്ട് മരവിപ്പിച്ചത്. പുതിയ സബ് കളക്ടർ അധികാരമേറ്റെടുത്ത് പ്രശ്നങ്ങൾ പഠിക്കുന്നതുവരെ പരിചയസമ്പന്നരായ ഈ ഉദ്യോഗസ്ഥർ തുടരട്ടെ എന്ന നിർദ്ദേശമാണ് മന്ത്രി മുന്നോട്ട് വച്ചത്. നിലവിലെ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ഉദ്യോഗസ്ഥരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് മാറ്റിയതെങ്കിലും ഈ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ മാറ്റുന്നത് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതാണ് സ്ഥലം മാറ്റം തടയാൻ കാരണം. മൂന്നാർ മേഖലയിൽ കയ്യേറ്റമൊഴിപ്പിക്കലിനും കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിനും നിയോഗിച്ച ഹെഡ് ക്ലാർക്ക് G. ബാലചന്ദ്രൻപിള്ള, PK ഷിജു, PK സോമൻ, RK സിജു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ സ്ഥലം മാറ്റിയത്. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമനാണ് ഇവരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നത്. ശ്രീരാം വെങ്കിട്ടരാമനെ സർക്കാർ മാറ്റിയതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരും മാറാൻ സന്നദ്ധത അറിയിച്ചത്. 12 ഉദ്യോഗസ്ഥരാണ് സബ് കളക്ടറുടെ ഓഫീസിലുള്ളത്. ഇവരെ കൂട്ടത്തോടെ മാറ്റി പകരം പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കമെന്ന ആരോപണം ശക്തമായിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്നാണ് സ്ഥലംമാറ്റ നടപടികൾ മന്ത്രി ഇടപെട്ട് മരവിപ്പിച്ചത്. മൂന്നാറിൽ സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ ട്രൈബ്യൂണൽ തട്ടിക്കൂട്ട് സംവിധാനമാണെന്ന് ദേവികുളം ബാർ അസോസിയേഷൻ. സബ് കോടതിക്ക് സർക്കാർ സ്പെഷ്യൽ വകുപ്പ് കൈമാറിയാൽ ഭൂമി തർക്കങ്ങളിൽ ജുഡീഷ്യൽ പവർ കൈവരുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാർ മൂന്നാറിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ തട്ടിക്കൂട്ട് സംവിധാനമാണെന്ന് ദേവികുളം ബാർ അസോസിയേഷൻ ഭാരവാഹികൾ. അവിടെയെത്തുന്ന കേസുകൾക്ക് ജുഡീഷ്യൽ അധികാരമില്ല. ഇതൊരു തട്ടിക്കൂട്ട് യാതൊരു കോമ്പറത്തുമില്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. സാറ് പറഞ്ഞൊരു കാര്യം, ഇപ്പോഴിവിടെ നിയമിക്കപ്പെടുന്ന സ്ഥാപിക്കപ്പെടുന്ന സബ് കോടതിയിലേക്ക് ആ സ്പെഷ്യൽ അധികാരവും കൂടെ കൊടുത്താൽ അതിനൊരു ജുഡീഷ്യൽ സ്വഭാവമാകും. ദേവികുളത്തെ പുതിയ സബ് കോടതി നിലവിൽ വരുന്നതോടെ അതിനൊരു ജുഡീഷ്യൽ പവർ കൈവരും. സബ് കോടതിക്ക് സ്പെഷ്യൽ അധികാരങ്ങൾ സർക്കാർ നൽകുന്നതിന് തയ്യാറായാൽ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് വിധി പുറപ്പെടുവിക്കാം. 152 കേസുകളാണ് മൂന്നാർ സ്പെഷ്യൽ ട്രിബ്യൂണലിൽ ഉള്ളത്. ആ കേസുകൾക്കായി സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് തട്ടിക്കൂട്ടി സംവിധാനത്തിന് നൽകാതെ സബ് കോടതിക്ക് നൽകുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ 152 കേസ് മൂന്നാർ ട്രിബ്യൂണൽ സ്ഥാപിക്കുമ്പോൾ ആ ട്രിബ്യൂണലിൽ പരിഗണിക്കാനും തീരുമാനിക്കാനും വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ആ കേസ് ഈ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വരുന്ന ആ ചെലവ് ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സബ്ജഡ്ജി അതിന്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പെഷ്യൽ അധികാരം കൊടുത്താൽ ഇതിന്റെ പ്രവർത്തനം ഇവിടെ നടക്കും, ഇവിടെ വർക്കുണ്ടാവും, ഫലപ്രദമാകും, ജുഡീഷ്യൽ. സർക്കാർ തീരുമാനം കാറ്റിൽ പറത്തി കോഴിവില കുതിച്ചുയരുന്നു. 1 കിലോ കോഴിയിറച്ചിയുടെ വില ഇപ്പോൾ 120 രൂപയായി ഉയർന്നു. 1 കിലോ കോഴിയിറച്ചി 87 രൂപയ്ക്ക് വിൽക്കണമെന്ന സർക്കാർ തീരുമാനം കാറ്റിൽ പറത്തിയാണ് കോഴിവില കുതിച്ചുയരുന്നത്. 110 രൂപയുണ്ടായിരുന്ന കോഴിയിറച്ചിയുടെ ഇന്നത്തെ വില 120ആയി ഉയർന്നു. ഇത് കോഴിയിറച്ചി വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് ലോബി വില കൂട്ടിയതാണ് വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ ദിവസം 107 രൂപയ്ക്ക് ലഭിച്ച ഇറച്ചിക്കോഴി ഇന്ന് 110 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പനശാലകളിൽ ഇറക്കിയത്. ഫാമുകളിൽ പോയി എടുത്താൽ 100 രൂപയാണ് വില. വണ്ടിക്കൂലി കൂടി കൂട്ടുമ്പോൾ 110 രൂപയാകും. 120 രൂപയ്ക്ക് വിറ്റാൽ കടമുറിയുടെ വാടകക്കാശ് പോലും ലഭിക്കാറുമില്ല. 50 കിലോ കോഴി വിറ്റിരുന്ന കടകളിൽ 10 കിലോ പോലും വിൽക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്.
നമുക്കിപ്പം ഫാമിൽ ചെല്ലുമ്പോൾ കോഴി 100 രൂപ വിലയ്ക്കാണ് കിട്ടുന്നത്. നമ്മളത് വണ്ടിക്കൂലിയോടെ മുടക്കി നമ്മുടെ കടയിലെത്തുമ്പം 110 രൂപ അടുത്ത് നമുക്ക് വിലയാകുന്നുണ്ട് കോഴിക്ക്. അപ്പോൾ നമ്മളിപ്പം സർക്കാരിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളതിൻ്റെ പേരിൽ 115 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. നമുക്ക് 115 രൂപയ്ക്ക് വിറ്റാൽ 5 പൈസ ലാഭം എന്ന് പറഞ്ഞ സംഭവം ഇല്ല കോഴി ഈ കച്ചവടത്തിൽ. അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കോഴിയുടെ ടാക്സ് സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെക്കുകയും 87 രൂപയായി കോഴിവില നിജപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂല ഘടകമായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ കോഴിയുടെ ഉൽപ്പാദനം കുറവാണെന്ന് പറഞ്ഞാണ് മൊത്തവ്യാപാരികൾ കോഴിവില ഉയർത്തിയിരിക്കുന്നത്. സർക്കാർ ഭൂമിയിൽ നിന്നും അനധികൃതമായി പാറ പൊട്ടിച്ച് കടത്തിയവർക്കെതിരെ കേസെടുക്കാൻ അഡീഷണൽ തഹസിൽദാർ നിർദ്ദേശിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നുത്താനിൽ നിന്നും 1 കോടി രൂപയുടെ പാറ പൊട്ടിച്ചെടുത്തതായാണ് പ്രതികൾക്കെതിരെയുള്ള കേസ്. 2016 ആദിവാസി മേഖലയായ പൊന്നെടുത്താനിൽ നിന്നും 1 കോടിയോളം രൂപയുടെ പാറ പൊട്ടിച്ചെടുത്തത്. നിരോധിത മേഖലയെങ്കിലും താലൂക്ക് വില്ലേജ് അധികൃതരുടെ ഒത്താശയോടെയായിരുന്നു പാറ പൊട്ടിച്ചത്. സർക്കാർ ഭൂമി കൈവശം വച്ചിരുന്ന ആദിവാസിയായ പൊങ്ങംപാറയിൽ ശ്രീധരന്റെ സ്ഥലത്തു നിന്നുമായിരുന്നു പാറ പൊട്ടിച്ചു മാറ്റിയത്. അഡീഷണൽ തഹസിൽദാറുടെ അന്വേഷണത്തെ തുടർന്ന് ഇല്ലിക്കൽ സജി ജോസഫ്, കുത്തനാപ്പിള്ളിൽ രാജു മാണി എന്നിവർക്കെതിരെ കേസെടുക്കുവാൻ നിർദ്ദേശവും നൽകി. നിരോധിത മേഖലയിൽ നടന്ന പാറ പൊട്ടിക്കലിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും വാദം. ഇത്രയും കിടക്കുന്ന ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നാണ് ഇതെല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് ആദിവാസി മേഖലയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായ ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. പലപ്പോഴും ഈ കേസ് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താനോ എന്തെങ്കിലും നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല. എന്നാൽ കേസ് അട്ടിമറിക്കുവാനും അന്വേഷണത്തെ സ്വാധീനിക്കുവാനും പ്രതികൾ ശ്രമം തുടങ്ങി. അഡീഷണൽ തഹസിൽദാർ പരാതിയെടുക്കുവാൻ നിർദ്ദേശിച്ചെങ്കിലും കഞ്ഞിക്കുഴി സിഐയുടെ നേതൃത്വത്തിൽ കേസ് അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. മറയൂരിൽ ചന്ദന ഈലേലം നടന്നു. 12 കോടി 69 ലക്ഷം രൂപയുടെ ചന്ദനമാണ് ഇത്തവണത്തെ ലേലത്തിൽ വിറ്റഴിച്ചത്. 69 ടൺ ചന്ദനമാണ് 15 ക്ലാസുകളിലായി ലേലത്തിനായി വനംവകുപ്പ് എത്തിച്ചത്. ഇതിൽ 23.19 ടൺ ചന്ദനം മാത്രമാണ് വിറ്റഴിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന ലേലത്തിൽ ആദ്യ ദിവസം 12 ടൺ ചന്ദനവും 2ാം ദിവസം 11 ടൺ ചന്ദനവുമാണ് വിറ്റത്. ഓൺലൈൻ ലേലത്തിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്ര ദേവസ്വങ്ങൾ ഉൾപ്പെടെ 20 പേരാണ് ലേലത്തിൽ പങ്കെടുത്തത്. ആദ്യ ദിനം ക്ലാസ് 4 ഇനത്തിൽപ്പെട്ട ചൈനാബുത്ത് ചന്ദനത്തിനാണ് ഏറ്റവും ഉയർന്ന വിലയായ 16,150 രൂപ ലഭിച്ചത്. ക്ലാസ് 15 ഇനത്തിൽപ്പെട്ട സാപ്വുഡ് ബില്ലറ്റ് ഇനത്തിൽപ്പെട്ട ചന്ദനത്തിന് ലഭിച്ച 994 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വില. സർക്കാർ ആയുർവേദ ഔഷധ നിർമ്മാണ കമ്പനിയായ ഔഷധി, ക്ഷേത്ര ദേവസ്വങ്ങളായ മമ്മയൂർ, തിരുവമ്പാടി ദേവസ്വം, തൃശൂർ സീതാറാം സ്വാമി ക്ഷേത്രം, മണ്ണാർക്കാട് അയ്യപ്പ ക്ഷേത്രം, ശ്രീ നാഗേശ്വരി ശിവക്ഷേത്ര പരിപാലന സമിതി, അന്തർ സംസ്ഥാന കമ്പനികളായ സൂര്യ ഹാൻഡിക്രാഫ്റ്റ്, ബാംഗ്ലൂർ KSDL, ചെന്നൈ പൂമ്പുഹാർ, കേരള സോപ്സ് തുടങ്ങിയ കമ്പനികളാണ് ലേലത്തിൽ പങ്കെടുത്തത്. ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ചന്ദന ലേലത്തിൽ 50 ലക്ഷം രൂപയുടെ ചന്ദനമാണ് വിറ്റഴിഞ്ഞത്. ലേലത്തിൽ കഴിഞ്ഞ 2 തവണയും പ്രമുഖ കമ്പനികളായ മൈസൂർ സാൻഡൽ, സൂര്യ വിനായിക തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ലേലത്തിൽ പങ്കെടുക്കാതിരുന്നതും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചന്ദനത്തിന്റെ വില കുറഞ്ഞതും മറയൂർ ചന്ദന ലേലത്തിന് തിരിച്ചടിയായി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പണികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. ദേശീയപാത 49 കൊച്ചി ധനുഷ്കോടി പാതയിലെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 41.5 കിലോമീറ്റർ ദൂരം എന്നിവിടങ്ങളിലാണ് ഉടൻ നിർമ്മാണം ആരംഭിക്കുന്നത്. 10 മീറ്റർ വീതിയിൽ പണിയുന്ന റോഡിന്റെ സർവേ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള യാത്ര ടൂറിസത്തിന് അനുഗ്രഹമാകും. മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള യാത്ര ഏത് തരത്തിലും നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഗുണകരമാകുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 24 മാസമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത EPC മോഡൽ ചെയ്യുമ്പോൾ സമയബന്ധിതമായ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു BOT തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് അല്ല, പൂർണ്ണമായും NHന്റെ തന്നെ നിർമ്മാണത്തിൽ ഉത്തരവാദിത്വത്തിൽ നാഷണൽ ഹൈവേ തന്നെ പണത്തിൽ നിർവഹിക്കുന്നതാണ്. അങ്ങനെ സംശയം. ഇതിനിടയ്ക്കുള്ള 15.5 കിലോമീറ്റർ ദൂരം റിട്ടേണിംഗ് വാൾ പണിയും. നിർദ്ദിഷ്ട പാതയിൽ 124 കലുങ്കുകളും 2 പാലങ്ങളും ഉൾപ്പെടും. 900 മീറ്റർ ദൂരം പാറകൾ നിറഞ്ഞതും കടുപ്പമേറിയതുമാണ്. പദ്ധതിയുടെ ആകെ ചെലവ് 380.76 കോടി രൂപയാണ്. ഇതിൽ 298 കോടി രൂപയും കേന്ദ്ര സർക്കാർ നിർവഹിക്കുമ്പോൾ ബാക്കി തുക ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പണികൾ സംബന്ധമായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുമായി MP മൂന്നാറിൽ ചർച്ചകൾ നടത്തി. മൂന്നാർ KTDCയിൽ നടന്ന ചടങ്ങിൽ
പ്രസ്തുത പദ്ധതിയെക്കുറിച്ചുള്ള ഇതുവരെയുള്ള പുരോഗതി അവലോകനം ചെയ്യുകയും ചെയ്തു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ പണികൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കും. പദ്ധതി കാലാവധി 24 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും 18 മാസം കൊണ്ട് പണികൾ പൂർത്തിയാക്കുമെന്ന് MP അറിയിച്ചു. അന്തർ സംസ്ഥാന പാത കൂടിയായ ഈ പാതയിൽ പണികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. രാവിലെ 8 മുതൽ രാത്രി 8 വരെയായിരിക്കും നിയന്ത്രണം. ABVPയുടെ നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് നടത്തി. തിരുവനന്തപുരത്ത് സമരം നടത്തിയ ABVP പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്ക് സമരം നടത്തിയത്. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മ 20-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. 1/1/1977 മുമ്പ് കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുന്നതിനുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയ നടപടികളുമായാണ് സർക്കാർ മുമ്പോട്ടു പോകുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടൽ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അഭിനന്ദനാർഹമാണ്. എന്നാൽ ഉദ്യോഗസ്ഥ പരിസ്ഥിതി മാഫിയകളും നിക്ഷിപ്ത താൽപര്യക്കാരും പട്ടയ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസ് ആരോപിച്ചു. കൂടുതൽ നിയമക്കുരുക്കുകൾ സൃഷ്ടിച്ചും നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ്. പാറത്തരിശ്, റവന്യൂ തരിശ്, കരിങ്കാട്, ഏലകൃഷി സ്ഥലം, പുറമ്പോക്ക്, ESA തുടങ്ങിയ സ്ഥലങ്ങളെ അനാവശ്യമായി ദുർവ്യാഖ്യാനം ചെയ്ത് പട്ടയം നിഷേധിക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇത്തരത്തിൽ കർഷകർക്ക് അവകാശപ്പെട്ട പട്ടയം തടസ്സപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ കർഷക ഐക്യം രൂപപ്പെടുത്തുന്നതിനും കർഷക സംഘടനകളുടെ പൊതുവേദി രൂപീകരിച്ച് അഭിപ്രായ സമന്വയത്തിലൂടെ സമഗ്രമായ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുമാണ് കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായി യോജിക്കുന്നു, എല്ലാ കർഷക സംഘടനകളോടെ യോജിപ്പിച്ചുകൊണ്ടുനിന്ന് ഒരു സമീപനം സ്വീകരിച്ച് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുടെ ഇന്ന് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന സമീപനത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം നൂലാമാലകളിൽ നിന്നും സാങ്കേതിക തടസ്സങ്ങളിൽ ഒഴിവാക്കി എല്ലാ ആളുകൾക്കും ശാശ്വതമായി ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് കേരള കർഷക സംഘം ആഗ്രഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 20-ാം തീയതി ജില്ലയിലെ എല്ലാ കർഷക സംഘടനകളുടെയും നേതാക്കന്മാരുടെ യോഗം ഞങ്ങൾ മുൻകൈയെടുത്ത് വിളിച്ചിട്ടുണ്ട്. വൈദ്യുതി മന്ത്രി MM മണി കർഷക കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസ്, EN ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കുമളി കൃഷി ഓഫീസിൽ പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും വിതരണം നടത്തി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി തൈകളും വിത്തുകളും വിതരണം ചെയ്തത്. അമിത വില നൽകി അന്യസംസ്ഥാനങ്ങളെയാണ് പച്ചക്കറിക്കായി കേരളം ആശ്രയിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ മാറ്റം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് കേരള കൃഷിവകുപ്പ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി നടപ്പാക്കുന്നത്. 100 പേർക്ക് പച്ചക്കറി തൈകളും 2000 പേർക്ക് വിത്തുകളുമാണ് വിതരണം ചെയ്തത്. കുമളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹിയ സഹീർ അധ്യക്ഷയായിരുന്നു. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് പച്ചക്കറി വിത്തുകളുടെയും തൈകളുടെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ലാഭത്തിന്റെ ഒരു 10-1 പോലും കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാര് ഇതിൽ നിന്ന് മാറി മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം അവതാളത്തിലാവുകയാണെന്ന്. അപ്പോൾ ലാഭം പ്രതീക്ഷിക്കാതെ ലാഭം നമുക്ക് മുതൽ മുടക്കുന്നത് കിട്ടി നമ്മുടെ ആളുകൾക്കുള്ള ഒരു സാധനങ്ങൾ നമ്മൾ തന്നെ ക്രമീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ദാനിയൽ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ കൃഷി ഓഫീസർ ലിനൻ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം വക്കച്ചൻ ആലയ്ക്കപ്പറമ്പിൽ, അസീസ്, കൃഷി ഓഫീസർ ഷിബു VK എന്നിവർ സംസാരിച്ചു. വിത്തുകൾ വാങ്ങുന്നതിനായി നിരവധി പേരാണ് കൃഷി ഓഫീസിൽ എത്തിയത്. ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന സമ്മേളനം ഇരട്ടയാറിൽ നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വളർച്ചയിൽ പ്രത്യേകം പങ്കുവഹിച്ചവരാണ് വൃദ്ധജനങ്ങൾ. ഇവർക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് വകയിരുത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും ജോണി കുളമ്പള്ളി പറഞ്ഞു. നമ്മുടെ നാടും നഗരവും സംസ്ഥാനവും ഒക്കെ വളരുന്നതോടൊപ്പം തന്നെ വളർത്തിയ ആളുകളെ കൂടി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇവിടെ പരാമർശിച്ചതുപോലെ ഗവൺമെന്റും ഭരണകൂടങ്ങളും പലപ്പോഴും അതിനാവശ്യമായ നിലയിലുള്ള കരുതലോ അത്തരത്തിലുള്ള പദ്ധതികളോ ഒന്നും പ്ലാൻ ചെയ്ത് കാണാറില്ല.
ഉദ്ഘാടന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോനപ്പള്ളി വികാരി ഫാദർ മാത്യു തറമുട്ടം, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസഫ്, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് ജോസഫ് എക്സ്എംഎൽഎ, ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ശൗര്യാങ്കുഴി, ജോയിന്റ് കൺവീനർ OS പ്രഭാകരൻ നായർ, വർക്കിംഗ് ചെയർമാൻ PT വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. ചെറുതോണി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് ചെറുതോണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. തുടർച്ചയായ 13ാം വർഷമാണ് ചെറുതോണി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വിനു P തോമസിന്റെ അധ്യക്ഷതയിൽ ജോയ്സ് ജോർജ് MP അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 12 വർഷക്കാലമായി ഉന്നത വിജയികളെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും ഫുൾ A+ നേടിയ SSLC +2 വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഈ വരുന്ന 15-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തുകയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നും സിവിൽ സർവീസ് കരസ്ഥമാക്കിയ ശ്രീ അർജുൻ പാണ്ഡ്യനെയും ജില്ലയിലെ വിവിധ തലങ്ങളിൽ വിജയം കരസ്ഥമാക്കിയ വ്യക്തികളെയും ഈ സമ്മേളനത്തിൽ ആദരിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തും. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ജില്ലയിൽ നിന്നും സിവിൽ സർവീസ് കരസ്ഥമാക്കിയ അർജുൻ പാണ്ഡ്യനെ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ കളക്ടർ GR ഗോകുൽ സമ്മാനദാനം നിർവഹിക്കും. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ്മ സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടിൻഡു സുഭാഷ്, ജോർജ് വട്ടപ്പാറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS സുരേഷ്, KM ജലാലുദ്ദീൻ, സംഘടനയുടെ ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിക്കും. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും വിജയിച്ച അസോസിയേഷനിൽ പേരും ഫോട്ടോയും നൽകിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളോടൊപ്പം നാളെ 3 മണിക്ക് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ എത്തിച്ചേരണമെന്നും അസോസിയേഷൻ ഭാരവാഹികളായ വിനു P തോമസ്, ജോസ് കുഴികണ്ടം, NJ വർഗീസ്, PS ജോസഫ് തുടങ്ങിയവർ അറിയിച്ചു. മറയൂരിൽ ചന്ദനമോഷണം വ്യാപകം. ഡോസ് കോഡ് പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 ചന്ദനമരങ്ങളാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ വെട്ടിക്കടത്തിയത്. ചന്ദനം മോഷണം പോയ വിവരം മറയൂർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇടുക്കിയിൽ നിന്നും ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് പരിശോധന നടത്തി. എങ്കിലും മോഷ്ടാക്കളെയും ചന്ദനത്തടികളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് നായ പരിസരത്ത് മണം പിടിച്ച് 100 മീറ്ററോളം ദൂരം എത്തിയെങ്കിലും പിന്നീട് പോകാൻ മടിച്ചു നിന്നു. ഇതിനാൽ കരിമ്പിൻതോട്ടത്തിനുള്ളിൽ ചന്ദനക്കഷ്ണങ്ങൾ മറച്ചുവെച്ചിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. കരിമ്പിൻതോട്ടത്തിനുള്ളിൽ പരിശോധനയ്ക്കായി ഉടമസ്ഥനെ ചുമതലപ്പെടുത്തി പോലീസ് മടങ്ങി. സ്വകാര്യ ഭൂമിയിൽ നിന്നും നിരവധി ചന്ദനമരങ്ങളാണ് മോഷ്ടാക്കൾ വെട്ടിക്കടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ വട്ടവയൽ ബാബു, റോസ്ലി തോമസ് എന്നിവരുടെ തോട്ടത്തിൽ നിന്നും 6 ചന്ദനമരങ്ങളാണ് മുറിച്ചു കടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ബാബുനഗർ സ്വദേശിയായ പീലിപ്പോസിന്റെ കരിമുട്ടിയിലുള്ള തോട്ടത്തിൽ നിന്നും 1 ചന്ദനമരവും, പട്ടം കോളനിയിൽ ആനമുടി രാജന്റെ റിസോർട്ടിന് സമീപത്തു നിന്നും 1 ചന്ദനമരവും മോഷ്ടാക്കൾ വെട്ടിക്കടത്തി. സമീപകാലത്ത് സ്വകാര്യ ഭൂമികളിൽ നിന്നുള്ള ചന്ദനമരങ്ങൾ വ്യാപകമായി മോഷണം പോവുകയാണ്. സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോയാൽ അന്വേഷണ ചുമതല പോലീസായതിനാൽ വനംവകുപ്പ് ഇത്തരത്തിൽ ചന്ദനമോഷണങ്ങളെ ഗൌരവമായി എടുക്കാത്തതാണ് മോഷ്ടാക്കൾക്ക് സ്വകാര്യ ഭൂമികളിൽ നിന്നുള്ള ചന്ദനമോഷണം ചാകരിയായിരിക്കുന്നത്. ചന്ദനമോഷ്ടാക്കളെ പോലീസോ വനംവകുപ്പോ പിടികൂടാത്തതിനാൽ വീട്ടുമുറ്റത്തുള്ള ചന്ദനമരങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് നെട്ടോട്ടമോടുകയാണ് വീട്ടുടമകൾ. ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കണിയിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരുടെ രക്ഷയ്ക്കായി സർക്കാർ 900 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് ഈ സഹായം ലഭ്യമാക്കാത്ത രീതിയിലുള്ള അനാവശ്യ നിബന്ധനകളാണ് ബാങ്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് തുടങ്ങി നിരവധി കോഴ്സുകൾക്ക് വായ്പയെടുത്തവരെ വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് വേർതിരിച്ചു നിർത്തി അർഹമായ സഹായം നൽകാതെ ബാങ്കുകൾ ഒളിച്ചു കളിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യം ചേരിതിരിവില്ലാതെ എല്ലാവർക്കും നൽകണമെന്നും യാതൊരുവിധമായ തടസ്സങ്ങളുമില്ലാതെ വിദ്യാഭ്യാസ വായ്പയെടുത്ത മുഴുവൻ പേരുടെയും ബാധ്യത ഒഴിവാക്കണമെന്നും ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ചെലവായി അഥവാ എടുത്ത ഒരു സാഹചര്യം, ഈ തുക നമ്മൾ അറിയാതെ തന്നെ വളരെ പെട്ടെന്ന്
വളരെ പെട്ടെന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം രൂപ പഠിക്കാനെത്തിയ ആള് എങ്ങനെ 3 വർഷം കഴിഞ്ഞാൽ 4 ലക്ഷം 5 ലക്ഷം രൂപയാകും. 2 വർഷം കൊണ്ട് നമ്മൾ 1 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് ഒരു വർഷം 10,000 രൂപ, 1,10,000 ആവത്തുള്ളൂ. ഇവരുടെ കണക്കിൽ 2 ലക്ഷം രൂപ എടുത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന ആളിന് 2 വർഷം കഴിയുമ്പോൾ 2.5 ലക്ഷം രൂപയാണ് പലിശയായിട്ട് വരുന്നത്. അതൊരു വലിയ മാറ്റിക്കാം. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന നഴ്സുമാരുടെ പ്രശ്നങ്ങൾ സ്വത്വമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസോസിയേഷൻ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യോഗത്തിൽ INBA മേഖലാ പ്രസിഡന്റ് ജോർജ് PM അധ്യക്ഷനായിരുന്നു. വി വിനോദ് കുമാർ, രാജു കൊന്നല തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ പാറക്കടവിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. HCN വാർത്തയെ തുടർന്നാണ് നടപടി. കട്ടപ്പന പുളിയമല റൂട്ടിൽ പാറക്കടവ് ടൗണിൽ റോഡിന് മധ്യത്തിലെ കുഴി വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏറെ ഭീതി സൃഷ്ടിച്ചിരുന്നു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. എന്നാൽ റോഡിലെ വൻ ഗർത്തങ്ങൾ വാഹനയാത്രികർക്ക് വിനയായിരുന്നു. റോഡിലെ കുഴി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഉയരുകയും പ്രതിഷേധ സൂചകമായി റോഡിലെ കുഴിയിൽ വാഴ നടുകയും ചെയ്തു. ഇത് HCN വാർത്ത നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് PWDയുടെ നേതൃത്വത്തിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. എന്നാൽ റോഡ് യാത്രായോഗ്യമാകുന്നതിനൊപ്പം യാത്രക്കാർക്ക് ഭീഷണിയുയർത്തി റോഡരികിൽ നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ വഴി ഒരു 6 മാസമെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ മരത്തിന്റെ വെള്ളം വീഴുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ മരത്തിന്റെ ചില്ല വെട്ടിമാറ്റുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത്. അതില്ലാത്തത്തോളം കാലം വീണ്ടും ഇത് 1 മാസം പോലും നിൽക്കില്ല, വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തും. മരം വെട്ടിമാറ്റാൻ വനംവകുപ്പിന്റെ അനുവാദം ലഭിക്കാത്തതാണ് നടപടി വൈകാൻ കാരണം. അടിയന്തരമായി മരം വെട്ടിമാറ്റി കൂടുതൽ അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഓഫീസിന് മുന്നിൽ തള്ളുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ സ്കൂൾ കോമ്പൗണ്ടിൽ പലതവണ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും തള്ളിയിരുന്നു. സ്കൂൾ ഓഫീസിന് മുമ്പിൽ കഴിഞ്ഞ മാസം സിഗരറ്റ് കുറ്റികളും മറ്റ് അവശിഷ്ടങ്ങളും ഉപേക്ഷിച്ചിരുന്നു. അന്ന് സ്കൂൾ PTA പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ സ്കൂൾ ഓഫീസിന് മുമ്പിൽ വീണ്ടും ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയത്. അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ട് പോലും ഇതുവരെയും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്നും സ്കൂളിന്റെ ഓഫീസിന്റെ വാതിക്കൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കുറേയേറെ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു പ്രവണത കാണാൻ ഇടയായി. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കട്ടപ്പന മേഖലയിലെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനും ശരിക്കു പറഞ്ഞാൽ അതിനെ കരിവാരി തേക്കുന്നതിനുള്ള പ്രവണതയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. മാലിന്യ നിർമ്മാർജ്ജനം എന്നത് പ്രമുഖ ഘടകമായി എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ദുഷ്പ്രവണതകൾ വളരെയധികം മോശമാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ പ്രവർത്തനത്തെ തകർക്കാനാണ് ചില സാമൂഹ്യ വിരുദ്ധർ ശ്രമിക്കുന്നതെന്നും ഇത്തരക്കാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും സ്കൂൾ PTA പ്രസിഡന്റ് VK സോമൻ, നഗരസഭാ കൌൺസിൽ TGM രാജു എന്നിവർ ആവശ്യപ്പെട്ടു. കാഞ്ചിയാർ സ്വരാജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയോരത്താണ് മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി പ്രവർത്തകരാണ് സ്വരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. ഇതിൽ ഭൂരിഭാഗവും പാഴ്മരങ്ങളുമാണ്. ഇതെല്ലാം പടർന്നു പന്തലിച്ച് നാട്ടുകാർക്കും സ്കൂൾ കുട്ടികൾക്കും ഇപ്പോൾ ഭീഷണിയുമായി. 40-ൽ പരം മരങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. അക്വേഷ്യ, പൂമരം തുടങ്ങിയ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇവിടെ ഭൂരിഭാഗവും നിൽക്കുന്നത്. മാനം കറുത്താൽ കാറ്റൊന്ന് വീശിയാൽ സ്കൂളിലിരുന്ന് പഠിക്കാൻ കുട്ടികൾക്കും പഠിപ്പിക്കാൻ അധ്യാപകർക്കും ഭയമാണ്. സ്കൂളിന് സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവരും ഭയത്തിലാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട് തകർന്നിരുന്നു. ഇന്നലെ 2 മരങ്ങൾ കടപുഴകി വീണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതവും മുടങ്ങിയിരുന്നു. മരം വീണ് വൈദ്യുതി പോസ്റ്റും തകർന്ന് വൈദ്യുതിയും മുടങ്ങി. ഇനിയും ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ആ വലിയ കാറ്റും മഴയത്ത് 3 മരം, വലിയ വൻമരം 3 മരം ഇലക്ട്രിക് പോസ്റ്റോടുകൂടി ചേർന്ന് ഈ റോഡിൽ വീണു. ഭാഗ്യത്തിന് ആ സമയത്ത് വണ്ടികളൊന്നുമില്ലായിരുന്നു. അപകടമില്ലാതെ രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ കറണ്ട് വിച്ഛേദിച്ചു പോയതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ദയവ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ മരങ്ങൾ നീക്കി ഈ അപകട പ്രതിസന്ധിയിൽ നിന്ന് ഈ നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ്. സ്കൂൾ പരിസരത്ത് 41 മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നുവെന്നും ഇത് സ്കൂളിനും നാട്ടുകാർക്കും ഭീഷണിയാണെന്നും മരങ്ങൾ വെട്ടിമാറ്റണമെന്നും നിരവധി തവണ വനപാലകരോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അധികൃതർ യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ചുവട്ടിൽ മണ്ണില്ലാതെ നിൽക്കുന്ന മരങ്ങൾ ഉടൻ വെട്ടിനീക്കിയില്ല എങ്കിൽ വൻ ദുരന്തമാകും ഉണ്ടാവുക.
കട്ടപ്പന ലയൺസ് ക്ലബിന്റെ 2017-2018 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 16-ാം തീയതി നടക്കും. ചടങ്ങിൽ ലയൺസ് ക്ലബിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടനയായ ലയൺസ് ക്ലബ്ബ് പ്രസ്ഥാനം 4 പതിറ്റാണ്ട് മുമ്പാണ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സേവനരംഗത്ത് നിർണായക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ലയൺസ് ക്ലബ്ബിന് കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയായി വളർന്ന കട്ടപ്പന ടൗണിന്റെ ഹൃദയഭാഗത്ത് ലയൺസ് കോർണറിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തോട് ലയൺസ് പ്രസ്ഥാനത്തിനുള്ള പ്രതിബദ്ധത ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടനയായ ലയൺസ് ക്ലബ്ബ് പ്രസ്ഥാനം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവന രംഗത്ത് നിർണായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ഈ ടൗണിൽ തന്നെ 10 ഡസ്റ്റ്ബിന്നുകൾ ഞങ്ങളുടെ ഒരു പ്രാരംഭ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ ആശുപത്രികളിൽ ലബക്കട ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ സെന്ററുമായിട്ട് 329 വീടുകളുണ്ട്. അവിടെ ഒരു സ്ഥിരം അത് പഞ്ചായത്ത് ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ജലസമൃദ്ധി സംസ്ഥാന ജലസമൃദ്ധി പ്രവർത്തനത്തിന്റെ ഭാഗമായി കുഴൽക്കിണർ റീചാർജിംഗ് അത് നമ്മുടെ ജില്ലാ കളക്ടറുടെ ഒരു ഇതാണ്. ജില്ലാ കളക്ടർ GR ഗോകുൽ സേവന പ്രവർത്തനങ്ങളുടെയും സംസ്ഥാന ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന കുഴൽക്കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ലബക്കട ഗവൺമെന്റ് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായി സഹകരിച്ച് നടത്തുന്ന ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ ആദ്യ ഗഡു വിതരണവും കളക്ടർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് P. മോഹനൻ, സെക്രട്ടറി KM മാത്തുക്കുട്ടി, ട്രഷറർ PU ജോസഫ്, KM മാത്യു എന്നിവർ പങ്കെടുത്തു. യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ വൻ മരം. ദുരന്ത നിവാരണ സേനയുടെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന ഉണക്കമരം പോലും വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രത്തിന്റെ കവാടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നാണ് ഈ ഉണക്കമരം നിൽക്കുന്നത്. ഏതു നിമിഷവും മറിഞ്ഞു വീഴാൻ സാധ്യതയോടെയാണ് മരം നിൽക്കുന്നതെങ്കിലും ഇത് വെട്ടിമാറ്റാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ജില്ലയിലെ ദുരന്തങ്ങൾ പരിഹരിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ സേനയുടെ ഓഫീസിനു മുമ്പിലാണ് മരം നിൽക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ദിനംപ്രതി വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കളക്ടറേറ്റുകളിലേക്ക് എത്തുന്നു. ഇവരൊക്കെ ഇവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കടന്നു വരുന്നതും ഈ വഴിയിലാണ്. ഈ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് വളരെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന 1-2 മരങ്ങളും ഈ മരങ്ങൾ ഏത് സമയവും അപകടമുണ്ടാക്കാനും ആളുകൾക്ക് ജീവഹാനി ഉൾപ്പെടെയുള്ളവ സംഭവിക്കാനും സാധ്യതയുള്ളവ. ആയിരക്കണക്കിന് യാത്രക്കാരാണ് പ്രതിദിനം ഇതുവഴി കടന്നു പോകുന്നത്. ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ ഈ ഉണക്കമരത്തിന് സാധിക്കില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. SR ഓയിൽസിന്റെ പുതിയ സംരംഭം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന ഇരട്ടിയാർ റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ എലൈറ്റ് പടിക്കലാണ് SR ഓയിൽസിന്റെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചത്. EM ബേബി ഗ്രൂപ്പ് ചെയർമാൻ EM ബേബി സംരംഭം ഉദ്ഘാടനം ചെയ്തു. ഇത് ഈ നാടിനെ ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം ഇതിനോടനുബന്ധമായിട്ട് പല സ്ഥാപനങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ടൗണിൻ്റെ ഡെവലപ്മെൻറ്റ്. കണ്ട കട്ടപ്പനയിൽ മാത്രം ഒതുങ്ങി നിന്ന ടൗൺ ഇപ്പോൾ വെള്ളയാങ്കുഴി ഇരട്ടിയാർ വരെ എത്തിയിരിക്കുന്നു. സബർബൻ ഏരിയയിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ടൗൺ ഉയരുന്നത്. ഐക്കരക്കുന്നേൽ ഫ്യൂവൽസ് എന്ന പേരിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLA അഡ്വക്കേറ്റ് EM അഗസ്തി, ജോയി വെട്ടിക്കുഴി, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പലിക്കാട്ട്, നേതാക്കളായ VR സജി, TR ശശി, മനോജ് തോമസ്, ജോയി പൊരുന്നോലി, കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ്, മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, HNDA പ്രസിഡന്റ് PK ഗോപി, കൌൺസിലർമാരായ ലവ്ലി ഷാജി, ജിജി ചെറിയാൻ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസത്തിൽ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനത്തിന് അർഹരാകുന്നവർക്ക് 25 ലിറ്റർ ഇന്ധനവും 2ാം സമ്മാനമായി 25 ഭാഗ്യശാലികൾക്ക് 10 ലിറ്റർ വീതം ഇന്ധനവും നൽകുന്നതാണ്. കൂടാതെ ആദ്യ 1 മാസത്തേക്ക് ഓരോ ആഴ്ചാവസാനവും നറുക്കെടുപ്പിലൂടെ ആദ്യ 3 സ്ഥാനക്കാർക്ക് 25, 10, 5 ലിറ്റർ വീതം ഇന്ധനം സമ്മാനമായി നൽകും. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഖില കേരള ബാലജനസഖ്യം ഭാരവാഹികൾ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. അക്ഷരലക്ഷം പദ്ധതിയുടെ ഭാഗമായാണ് പുസ്തക വിതരണം നടത്തിയത്. വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിൽ വായനയുടെ പുതിയ നാമ്പുകൾ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ബാലജനസഖ്യം അക്ഷരലക്ഷം പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്കൂൾ ലൈബ്രറികളിലേക്കായി 1 ലക്ഷം രൂപയുടെ പുസ്തകമെത്തിച്ച് കുട്ടികളെ വായനയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. വിദ്യാർത്ഥികളെ
വായനാ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വായനക്കളരി പോലെയുള്ള മലയാള മനോരമയുടെ സംരംഭങ്ങൾക്ക് മുതൽക്കൂട്ടെന്ന വണ്ണം അതിനൊരു മുന്നേറ്റമെന്ന വണ്ണം സ്കൂൾ ലൈബ്രറികളിൽ പുസ്തകം എത്തിച്ച് വായനാശീലം കുട്ടികളിൽ വളർത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് അഖില കേരള ബാലജന സഖ്യം ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബാലജന സഖ്യം കുമളി യൂണിയൻ പ്രസിഡന്റ് റിന്ന ജോസഫ് അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ ബാലജന സഖ്യം യൂണിയൻ രക്ഷാധികാരി സണ്ണി ഇലഞ്ഞുമറ്റം, യൂണിയൻ ട്രഷറർ സ്വാതി കൃഷ്ണ, യൂണിയൻ ബാലിക വിഭാഗം കൺവീനർ ഡംബിൾ തോമസ്, സ്കൂൾ PTA പ്രസിഡന്റ് ബെന്നി വരിക്കമാക്കൽ, റെജി വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കുള്ളിലും അഞ്ചുരുളിയിൽ അപകടം പതിയിരിക്കുകയാണ്. തടാകത്തിന്റെ തിട്ടയിലും വഴുവഴുപ്പുള്ള പാറയിലും നിന്ന് സെൽഫി എടുക്കുന്നവർ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. നേർക്കാഴ്ചയിലേക്ക്. പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് അഞ്ചുരുളി. തുരങ്കത്തിലൂടെ ഒഴുകിയെത്തുന്ന സ്ഫടികം പോലെയുള്ള വെള്ളം മലമുകളിൽ നിന്നും തടാകത്തിലേക്ക് പതിക്കുമ്പോൾ പാൽനുര ചിതറും. കാലവർഷം ആരംഭിച്ചപ്പോൾ അഞ്ചുരുളി കൂടുതൽ മനോഹരിയായി. വിശാലമായി കിടക്കുന്ന തടാകവും ചുറ്റും പച്ചപുതച്ച വനപ്രദേശവുമെല്ലാം ഏതൊരാളുടെ ഹൃദയവും അലിയിക്കും. അതിനാൽ തന്നെ ഇവിടേക്ക് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നിരവധി സഞ്ചാരികളാണ് പ്രകൃതി സൗന്ദര്യം നുകരാൻ എത്തുന്നത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഇവിടെ സഞ്ചാരികളുടെ തിരക്കാണ്. എന്നാൽ ഇവിടെ അപകട ഭീഷണിയുള്ള നിരവധി പ്രദേശങ്ങളാണുള്ളത്. തടാകത്തിൽ അഗാധ കയങ്ങളുമുണ്ട്. ഇതിനു ചുറ്റും വളരെ ഉയരത്തിലുള്ള പാറക്കൂട്ടം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ വിശ്രമിക്കുന്നത് ഈ പാറക്കൂട്ടത്തിന് മുകളിലാണ്. വഴുവഴുപ്പുള്ള പാറയിൽ കാൽ ഒന്ന് വഴുതിയാൽ വലിയ കയത്തിലേക്കാകും പതിക്കുക. അധികം ആൾക്കാർ വരുന്നു. അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല. മൺതിട്ടകളെല്ലാം വെള്ളം വെള്ളച്ചാട്ടമൊക്കെ അധികം ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് അതിൻ്റെ ഭാഗമായിട്ട് മൺതിട്ട ഇടിഞ്ഞും അപകട ഭീഷണി ഉണ്ട്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് അതായത് സമീപനം ചെയ്തിട്ടില്ല. ടണൽ മുഖത്ത് ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. ടണലിൽ നിന്നും തടാകത്തിലേക്ക് പതിക്കുന്ന ഭാഗത്താണ് കൂട്ടം കൂട്ടമായി എത്തുന്ന സഞ്ചാരികൾ അപകടകരമായ തരത്തിൽ ഫോട്ടോ എടുക്കുന്നത്. ഇത് വലിയ ദുരിതത്തിനാകും വഴിയൊരുക്കുക. പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് അപകടകരമായ സ്ഥലത്ത് സെൽഫി എടുത്ത് രസിക്കുന്നത്. മിക്ക സമയങ്ങളിലും ഇവിടെ പ്രദേശവാസികൾ ഉണ്ടാവാറില്ല. അതിനാൽ ഒരു അപകടം നടന്നാൽ വളരെ സമയം കഴിഞ്ഞേ മറ്റുള്ളവർ അറിയൂ. വഴുവഴുപ്പുള്ള പാറയുടെ മുകളിൽ കൂടി സാഹസിക പ്രകടനം നടത്തുന്നവരുമുണ്ട്. വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ഒരു പ്രൊട്ടക്ഷൻ അതിന് പ്രൊട്ടക്ഷൻ ഭിത്തി അല്ലേ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് മൂലം വളരെ അപകട ഭീഷണിയാണ്. നല്ല ഒരു വികസനത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ അഞ്ചുരുളി ടണൽ ഫേസ്. തടാകത്തിന്റെയും ടണലിന്റെയും തിട്ടയിടിഞ്ഞ് ഇരിക്കുകയുമാണ്. ഇവിടെ കയറി നിൽക്കരുതെന്ന് നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അവഗണിച്ചാണ് സഞ്ചാരികളുടെ സാഹസികത. തടാകത്തിനും ടണൽമുഖത്തിനും ചുറ്റും ചുറ്റുവേലി നിർമ്മിക്കണമെന്ന് നിരവധി തവണ അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇതുവരെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 51. വിൽപ്പനയ്ക്ക് വന്നത് 6205. വിൽപ്പന നടന്നത് 6205. കൂടിയ വില 1283. ശരാശരി വില 948. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ. ഏലം കൂടിയത് 970. ശരാശരി 850. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ. ഗ്രാമ്പു 600 രൂപ. കൊക്കോ 32 രൂപ. റബ്ബർ 120 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2600 രൂപ. വെള്ളി 60 രൂപ.
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർട്ട്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ദേവികുളം സബ് കളക്ടർ ഓഫീസിലെ 4 ജീവനക്കാരെ സ്ഥലം മാറ്റിയ നടപടി റവന്യൂ മന്ത്രി മരവിപ്പിച്ചു. തീരുമാനം സ്ഥലംമാറ്റ ഉത്തരവ് വിവാദമായതിനെ തുടർന്ന്. ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. 87 രൂപയ്ക്ക് ലഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ച ഇറച്ചിക്കോഴി വില 120 രൂപയ്ക്കും മുകളിൽ. സർക്കാർ ഭൂമിയിൽ നിന്ന് അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്തിയവർക്കെതിരെ കേസെടുക്കാൻ അഡീഷണൽ തഹസിൽദാറുടെ ഉത്തരവ്. പാറ പൊട്ടിച്ചു കടത്തിയത് കഞ്ഞിക്കുഴി പൊന്നുത്താനിൽ നിന്ന്. മറയൂരിൽ ചന്ദനലേലം നടന്നു. ഇത്തവണ വിറ്റഴിച്ചത് 12.5 കോടിയിലധികം രൂപയുടെ ചന്ദനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.